നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് കണ്ടത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതാണ് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതില് ഈ ചെറിയ സൈസിൽ കാണുന്ന അല്ലെങ്കിൽ ഷേപ്പ് പോലെയുള്ള ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെമിനൽ വെസിക്കിൾ. നമുക്കറിയാം, മെയിൽസിന് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്പേം. സ്പേമിനെ നമ്മൾ സെമൻ എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ സെമൻ അല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഗമേറ്റ്സ് അല്ലെങ്കിൽ ഈ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊപ്പം കുറച്ച് ഫ്ലൂയിഡ് കൂടി പ്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ മേജർ പോർഷൻ ഓഫ് 70% ഓഫ് ഈ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനൽ വെസിക്കിൾ. ഇനി ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന ഈ എന്താണ് വാൾനട്ട് ഷേപ്പുള്ള ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മൾ സ്പേംസ് അല്ലെങ്കിൽ സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ 70% ഫ്ലൂയിഡ് സെമിനൽ വെസിക്കിളും പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ഇവിടെ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇജാക്കുലേഷൻ നടക്കുന്ന സമയത്ത് മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന ഒരു ഗ്ലാൻഡ് കൂടിയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പോൾ ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾ. പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ച സ്ട്രക്ചറാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഇനി ഇതാണ് എന്ത്? നോർമലി നമ്മുടെ ബോഡിയിൽ കാണുന്ന യൂറിനറി ബ്ലാഡർ. ഇനി അടുത്തത് വരുന്ന, അതായത് ഈ യൂറിനറി ബ്ലാഡറിൽ നിന്ന് താഴേക്ക് വരുന്ന ഈ ഒരു ചെറിയൊരു എന്താണ് പെനിസിലൂടെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യുറീറ്റർ. കണക്ട് ചെയ്യുന്ന മറ്റൊരു ഡക്റ്റ് കൂടി ഇവിടെ ഉണ്ട്. ഈ ഡക്റ്റ് എവിടെ നിന്നാ വന്നിരിക്കുന്നത് നോക്കിയാൽ നമ്മുടെ ബോഡിയുടെ ഔട്ട്സൈഡ് കാണുന്ന ഒരു എന്താണ് ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ക്രോട്ടം. ഈ സ്ക്രോട്ടത്തിനകത്ത് ഹ്യൂമൻസില് മെയിലില് പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസ് പ്രസന്റ് ആണ്. അപ്പോൾ ടെസ്റ്റിസിനകത്താണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പേംസിനെ കളക്ട് ചെയ്യാനായിട്ട് വരുന്ന ഈ ഒരു ഡക്റ്റ് കളക്ട് ചെയ്ത് ഇത് നമ്മുടെ യൂറിൻ ഗ്ലാൻഡിലേക്ക് കണക്ട് ആയി ദെൻ അവിടെ നിന്ന് യൂറീറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാസ് ഡിഫറൻസ്. അപ്പോൾ ആദ്യത്തെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, സെമിനൽ വെസിക്കിള്, ദെൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, യൂറിനറി ബ്ലാഡർ, യുറീറ്റർ, വാസ് ഡിഫറൻസ്. ഇനി ടെസ്റ്റിസ് ഉണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്തൊരു ചെറിയൊരു ഗ്ലാൻഡ് കൂടി പ്രസന്റ് ആണ്. ഈ ചെറിയ ഗ്ലാൻഡ് ബൾബോ യുറേറ്റൽ ഗ്ലാൻഡ് എന്ന് പറയും. ഇത് റെക്ടം, ഇതാണ് എയ്നസ്. നമ്മൾ വിളിക്കുന്ന പേര് എയ്നസ്. ഇത് റെക്ടം,